ഗായ്സ്, ഞങ്ങളുടെ നെക്സ്റ്റ് തലമുറയിലെ ആദ്യത്തെ സന്തതിയുടെ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടെ ബർത്ത്ഡേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേകൾ ഓടിക്കുന്നു. ഇത്ര നേരം അരമണിക്കൂർ 1 മണിക്കൂർ നീണ്ട മേക്കപ്പിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ. മേക്കപ്പ് മുഖം മാത്രമേ കഴിഞ്ഞുള്ളൂ, മുടി ഒന്നും കഴിഞ്ഞില്ല. ദേവേട്ടനോട് ആകെ ക്ഷീണിച്ച് അവശനായിരുന്നു ബലൂൺ ഉടുപ്പിക്കുകയാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് തലമുറയിലെ ആദ്യത്തെ സന്തതിയുടെ 18ാമത്തെ പിറന്നാൾ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വരുന്ന ആളുകൾക്കെല്ലാം മീനാക്ഷിയുടെ വക സ്വർണ്ണ നാണയവും 500 രൂപയും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞങ്ങളത് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ മീനാക്ഷി. ദിസ് ഇസ് മീനാക്ഷി. മീനാക്ഷി കൃഷ്ണ. മീനാക്ഷി കൃഷ്ണ പറയൂ, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. വേണ്ട, ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട. വരുന്ന വഴി ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയിരുന്നു. അവൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ എടുത്തു. കുറച്ച് ഉറക്കം പറയടോ. ഹാപ്പി ബർത്ത്ഡേ പറയാതെ ഹാപ്പി ബർത്ത്ഡേ ഉറക്കം പറ. ഇതെന്താ? ഒന്നും കൂടി ടാലന്റ് എല്ലാവരും കാണട്ടെ. ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് കേട്ടോ. ആക്ച്വലി ഇതുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. രാജുവേട്ടൻ വിളിച്ചു, വൈകുന്നേരത്ത് വിളിച്ചിട്ട് നമുക്കിങ്ങനെ വൈകിട്ടൊരു സെലിബ്രേഷൻ ഉണ്ട് എന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. മീനാക്ഷിയുടെ ബർത്ത്ഡേ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണിത്. കറക്റ്റ് അല്ലേ പാകാടി? അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിലാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കുട്ടേടൻ ഫുൾ ഓണാണ് ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലെ. അങ്ങനെ ഈ ഡെക്കറേഷൻസൊക്കെ എല്ലാവരും കൂടി ചേർന്ന് സെറ്റ് ചെയ്തു. നല്ല ഓവറാക്കാതെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെച്ച്. ഈ ബർത്ത്ഡേയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് 18 ഇയേഴ്സ് ആവുകയാണ്. 18 വയസ്സിൻ്റെ പക്വതയൊന്നും ഇല്ലെങ്കിലും ഇനി നമുക്ക് പറയാലോ 18 വയസ്സായി എന്ന്. ഈക്വലെ വെച്ച് കഴിഞ്ഞാൽ ഈറ്റി പൂളോ കാര്യം പറയാം. ഞാൻ പാർട്ടി ആക്കാൻ പോണല്ലോ. എന്തായാലും ഇത് ഞാൻ കൈ വെച്ചെവിടെയാ കത്തി കൈ വെച്ച് അതവിടെ കുത്താള് സ്വാമി ശരണത്തിന്റെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാരും
സ്വാമിയേ രണ്ടും കൂടിട്ട് മിക്സ് ചെയ്തിട്ട് ഒറ്റപ്പെടേ. അവിടെ കാണും സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കുറച്ച് ബലൂൺ ഫ്രണ്ടിക്ക് ഇടുക. ആ ബലൂൺ എന്റെ കയ്യിൽ ഫ്രീയാണ്. ഞാൻ എന്റെ കയ്യിൽ ബലൂൺ എടുത്ത് പിടിച്ചോ. എല്ലാവരും പോയി നിൽക്കൂ. കയ്യിൽ നോക്കി ആ സാധനട്ടോ അത് ഇടാൻ പറ്റില്ല. അത് കാണുന്നില്ല. അത് വെച്ചാ മതി. അയ്യോ അയ്യോ മുപ്പത്തിന്നോ കത്തിച്ചിട്ട് ഇത് ചേച്ചിയുടെ തലയിലൊക്കെ അവിടെ കേടി ഇങ്ങോട്ട് കുറച്ചുകൂടി കേട്ടൂടി. ആ അങ്ങനെ ഉണ്ട്. പക്ഷെ ലൈറ്റില്ല. അങ്ങോട്ട് മുഖം ഇങ്ങോട്ട് കൊടുക്കും. ഇപ്പുറത്തെ സൈഡിൽ എടാ അവിടുത്തെ ആ ലൈറ്റ് ഓഫ് ചെയ്തേ. ഓളത്തെ അപ്പൊ ലൈറ്റ് പോവാണ്. അല്ലല്ല അവിടുത്തെ ലൈറ്റ് പോയിക്കോട്ടെ. ഈ ഡോറ് തുറക്കാൻ വേണ്ടേ. അപ്പൊ ഇവിടുന്ന് ലൈറ്റ് വരും കുറച്ചുകൂടി. തുറന്നേ. മച്ചാനെ ഇത് റോങ് ആണല്ല. വിഷ്ണു ശാലിനിക്ക് പഠിക്കാൻ പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആഘോഷത്തെ മീനാക്ഷിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. പറയൂ മീനാക്ഷി. പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. വേഗം കേക്ക് കട്ട് ചെയ്യാവുന്നതാണ്. കുറെ നേരമായി കാത്തിരിക്കും. കാത്തിക്കണ്ട. വീഡിയോ എടുക്കണ്ടോ? അത് തെറിക്കൊന്നുമില്ല. അത് പൂത്തിരിമാരി ആവുള്ളൂ. യോന അതിനേക്കാളും വലിയ പേടി. വീഡിയോ അതാ വീട് ഞാൻ എടുക്കണ്ട. മാറ്റപ്പോ ഇനി രണ്ടും മാറ്റി. അത് ആ കത്തിച്ച സമയത്ത് രാജേട്ടൻ ചേച്ചി അവിടെ പോയി നിൽക്കൂ. കണ്ടിട്ടോ? പൊട്ടിയോ? അത് ബലൂണ് പൊട്ടിയതാണ്. അതിന്റെ പൊരി വീണിട്ടേ. ആചാരം പിടിക്കുന്നോട്ടെ ബെസ്റ്റ്. വീഡിയോ എടുക്കണ്ടേ? സൗണ്ട് കിട്ടില്ലേ? സൗണ്ട് വേണ്ട. നമുക്ക് എന്താണ് ചെയ്യാ? സോനു ബ്ലോക്ക് ചെയ്തു. സോനു ഒക്കെ ഓളാക്കി. നീ കൊടുത്തോ? കിട്ടിയില്ല. നീ കൊടുക്കില്ല. എന്താണ് നീ കഴിക്കാനാണോ? നീ കൊടുക്ക്. ഞാനൊക്കെ കൊടുത്തു. അവിടെ നിങ്ങൾ ഈ മോൾ ഭാഗം ഇങ്ങനെ മാന്തി തിന്നിട്ട് പിന്നെ എന്താ തിന്നിട്ട് കാര്യം? ഉമ്മാരെല്ലാം മാന്തി തിന്നത്. എനിക്ക് ഒന്ന് ഇരിക്കാനേ അധികം അല്ലെങ്കിൽ ആര് ഞാനോ? മതിയ സനിയ മൂട്ടിലേക്ക് ഓക്കേ. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി. ഹാപ്പി ബർത്ത്ഡേ. എല്ലാരും കണ്ടോ? ഞാൻ കഴിക്കില്ല. അവക്ക് ഈ വീഡിയോ എടുത്തോ? വീഡിയോ എടുക്കല്ലേ? അവൻ പകുതി കൊണ്ടായി തിന്നിട്ട് ഫോണോട് ചവിട്ടി പൊട്ടിക്കല്ലേ. അമ്മ കൊടുക്ക്. ഫോട്ടോ എടുക്കണത് വീഡിയോ എടുക്കാം. ഇങ്ങനെ തിന്നാ ഞാൻ എന്താ തിന്നാ? കണ്ണമ്മാമേ വിവരം ഓ മൈ ഗോഡ്. അതാ ഉണ്ടാ എനിക്ക്
അങ്ങനെ മര്യാദ നിന്നാ. ക്രീമി ബബിളാണ്. മര്യാദയ്ക്ക് നിന്നാ നല്ല രസമുണ്ടാവും. ഞാൻ ശബ്ദം ആദ്യമായിട്ട് അപ്പളും പറഞ്ഞു. എന്താടാ ഫുഡ് വേസ്റ്റ് ചെയ്യല്ലേ നിങ്ങളൊക്കെ കുട്ടാ, ഈ എക്സ് എടുത്ത് പോക്കെ ആ കവറിൽ വേസ്റ്റ് ചെയ്യല്ലേ അവന്റെ മുഖം മൊത്തം വേണ്ടിയിരുന്നു എടാ, അത് നിൽക്കണോടാ. കൊടുക്കടി കേക്കട്ടെ. വീഡിയോ എടുക്കണം അതിനാണ് അങ്ങനെ തേച്ച ശരി. എന്ത് വേണ്ട വേണ്ട എനിക്ക് വേണ്ട എൻ്റെ അവളെ മോളെ വീഡിയോ തമ്മനെ സുൽഫിടാളാ ഇളകി എന്താ പച്ചക്കളറ് അതെ ആപ്പിളിന്റെ മുദ്ര. അച്ഛനെ വിളിക്കേ ആദ്യം നോമ്പ് മുറിക്കാൻ പോവാണ്. വീണ്ടും വ്രതത്തിന് ശേഷം 45 ദിവസത്തെ നോമ്പാണ്. 45 നെയ്ച്ചോറും ചിക്കനും സാലഡും ആയിരുന്നു ഫുഡ്. ചേച്ചീനെ ഉണ്ടാക്കിയതായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു. ആദ്യക്കാകെ വയ്യായിരുന്നു. അവന് മൊത്തത്തിൽ 2-3 ദിവസമായിട്ട് തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. പക്ഷെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ കുറച്ച് അതിൻ്റെ ആ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്തിരി ആക്റ്റീവായിരുന്നു. പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളാകെ ഓഫായി വയ്യാതെ കിടക്കുകയാണ്. എല്ലാവരും ഒരു മൂലയ്ക്കിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിട്ടുണ്ട്. കുറച്ച് നേരം ഞങ്ങളിവിടെ റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോരാറായി. അപ്പോൾ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.